ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിൽ എടത്തല പഞ്ചായത്തിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1685 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഇടപ്പള്ളിയിലേക്കും 12 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് ഈ വീട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരം മാത്രമാണ് വരുന്നത്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. 3.5 മീറ്ററോളം വീതിയുള്ളൊരു വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത്. ഈ വീടിനോട് തൊട്ടു ചേർന്ന് തന്നെ മറ്റൊരു വീടിൻ്റെ വർക്ക് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലീഷനോട് കൂടിയായിരിക്കും ഈ വീടിൻ്റെ ചുറ്റുമതിലും ഗേറ്റും നിർമ്മിക്കാൻ പോകുന്നത്. വളരെ വിശാലമായൊരു മുറ്റം തന്നെയാണ് ഈ വീടിനുള്ളത്. 2 വലിയ വാഹനങ്ങൾ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഈ ഭാഗത്ത് അവൈലബിൾ ആണ്. 3-4 പേർക്ക് സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആക്കിയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2 പാളികളിലായാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നില്ല. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. എൽ ഷേപ്പിൽ വരുന്ന ഒരു കോർണർ സെറ്റി നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല മനോഹരമാക്കി തന്നെയാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഇവിടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒതുങ്ങിയ മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആർച്ച് ലുക്ക് ഡിസൈനൊക്കെ കൊടുത്ത് തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നുകയല്ല. ഒരു ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ ബിൽഡർ നൽകിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും കിച്ചണിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ഓപ്പണിംഗ് കൊടുത്ത് ചെറിയൊരു കൗണ്ടർ പോലെ ബിൽഡർ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ഹാങ്ങിങ് ലൈറ്റും നമുക്ക് ഈ ഭാഗത്ത് കാണാം. ഒരു മീഡിയം സൈസിൽ വരുന്ന സ്റ്റാൻഡേർഡ് കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കിച്ചൺ കബോർഡിന് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചന് പുറമെ വർക്ക് ഏരിയക്കായുള്ളൊരു സ്പേസ് കൂടി ബിൽഡർ ഇവിടെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടിയോളം നീളം വരുന്ന ഒരു വലിയ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്താണ് ഇവിടെ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നതും. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇതുപോലൊരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. മൾട്ടിവുഡിൽ ഇവിടെയും ഒരു TV യൂണിറ്റൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ TV വെക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് ഇവിടെ വെക്കാവുന്നതാണ്. LED പ്രൊഫൈലറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്കും ലിവിംഗ് ഏരിയയിൽ കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഏകദേശം 10 അടിയുള്ള നീളം വരുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുന്ന് തന്നെയാണ് ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസും കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടൊരു പോയിന്റും നമുക്കിവിടെ കാണാം. നമുക്കടുത്തതായി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴത്തെ നിലയിലേതുപോലെ തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വളരെ ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളിലും ഒരേ സൈസിൽ തന്നെയാണ് വാർഡ്രോബുകൾ നിർമ്മിച്ചിരിക്കുന്നത്.
നേരത്തെ കണ്ടതുപോലെ തന്നെ ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. അല്പം നീളം കൂടുതലുള്ള ഒരു ബാത്റൂമാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കൊന്ന് കടന്നുകയല്ല. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞൊരു വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1685 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 69 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.